ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പൗലോസിൻ്റെ പ്രാർത്ഥനകൾ. പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ പൗലോസ് തന്നെ ദൈവസന്നിധിയിൽ ഉയർത്തുന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോസ്തലനാകുന്ന പൗലോസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും. ചില സന്ദർഭങ്ങളിൽ അപ്പോസ്തലനാകുന്ന പൗലോസ് രാവും പകലും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അങ്ങനെ ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അപ്പോസ്തലനാകുന്ന പൗലോസ്. തൻ്റെ പ്രാർത്ഥനകൾ പലതും ലേഖനങ്ങളിൽ കാണുവാൻ കഴിയുന്നു. അതിൽ ചില പ്രാർത്ഥനകൾ ഇന്ന് നമുക്ക് പങ്കുവയ്ക്കുവാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് ആ പ്രാർത്ഥനകളിലൂടെ നമ്മോട് സംസാരിക്കുവാൻ പോകുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം പ്രായോഗികമാക്കുവാൻ കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പൗലോസിൻ്റെ മാതൃകാ പ്രാർത്ഥനകൾ വ്യക്തിപരമാകുന്ന പ്രാർത്ഥനയിൽ അത് ഉപയോഗിക്കുവാൻ കഴിയും. ഒന്നാമതായിട്ട് പൗലോസ് തൻ്റെ കൂടെയുള്ളവർക്കു വേണ്ടി ദൈവസന്നിധിയിൽ സ്തോത്രമർപ്പിച്ചു. ദൈവത്തോട് സ്തോത്രം പറയുകയുണ്ടായി. കർത്താവേ, എനിക്ക് ഈ പ്രിയപ്പെട്ടവരെ നൽകിയതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി, തൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി മാത്രവുമല്ല, താൻ കടന്നുപോയി ശുശ്രൂഷിക്കുന്ന സഭകളിലെ വിശ്വാസികളെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രമർപ്പിച്ചു. 1 കൊരിന്ത്യർ അതിൻ്റെ 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കൊരിന്തിലെ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവസന്നിധിയിൽ സ്തോത്രമർപ്പിക്കുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നു. പൗലോസ് 4-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു മാതൃകയാണ്. നിങ്ങൾ കുടുംബസ്ഥരാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കണം. ഭർത്താവിനെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കണം. കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കണം. മാതാപിതാക്കളെ, ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, അങ്ങനെയുള്ളവരെ ഓർത്ത്, നിങ്ങളുടെ പാസ്റ്ററെ ഓർത്ത്, നിങ്ങൾക്ക് നൽകിയ സഹവിശ്വാസികളെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രമർപ്പിക്കണം. ഈ പ്രിയപ്പെട്ടവരെ എനിക്ക് നൽകിയതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പൗലോസ് ഇത് ആവർത്തിച്ച് ചെയ്തിട്ടുണ്ട്. മറ്റ് ലേഖനങ്ങളിലും കാണുവാൻ കഴിയുന്നു. റോമാലേഖനം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. റോമിൽ പോയിട്ടില്ല, റോമിലെ വിശ്വാസികളെ കണ്ടിട്ടില്ല. എന്നാൽ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് അറിയുവാനിട വന്നു. അതുകൊണ്ടിവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ. അതിനാൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. മനോഹരം, വളരെ വളരെ മനോഹരം. എഫേസ്യ ലേഖനത്തിൽ പോകുമ്പോൾ അതിൻ്റെ 1-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, എഫേസ്യ ലേഖനം എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ലേഖനമല്ല. അന്ന് എഴുതിയ സമയത്ത് എഫേസ്യ സഭയ്ക്ക് വേണ്ടി മാത്രം എഴുതിയതല്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ തലക്കെട്ടിൽ ആരംഭത്തിൽ എഫെസോസിലുള്ള എന്നത് ബ്രാക്കറ്റിലാണ് എഴുതിയിരിക്കുന്നത്. ഈ കത്ത് ഇത് ഒരു സർക്കുലേറ്റിംഗ് ലെറ്റർ ആയിരുന്നു. പല സ്ഥലങ്ങളിൽ ഉള്ളവർക്ക് വേണ്ടി എഴുതിയ ഒരു കത്തായിരുന്നു. എഫെസോസിലുള്ളവരും വായിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് ലവോദിക്കയിലും ഈ കത്തെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അന്നത്തെ കാലത്ത് പ്രിൻ്റഡ് ആയിട്ടുള്ള കത്തുകളല്ലല്ലോ, കൈകൊണ്ട് എഴുതിയ കത്തുകളാണ്. അതൊരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തെത്തണമെങ്കിൽ ആ ഒരു കോപ്പിയുമായിട്ടൊരാൾ യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഈ കത്ത് ഒരു സർക്കുലേറ്റിംഗ് ലെറ്റർ ആയിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആ കത്തിൽ 16-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്തെൻ്റെ പ്രാർത്ഥനയിൽ. പ്രാർത്ഥിക്കുമ്പോൾ എഫെസോസിലെ വിശുദ്ധന്മാരെ ഓർത്ത് പൗലോസ് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ലവോദിക്കയിലെ വിശ്വാസികളെ ഓർത്ത് പൗലോസ് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. പെർഗമോസിലെ വിശ്വാസികളെ ഓർത്ത് പൗലോസ് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവരെ നൽകിയതിനായി സ്തോത്രം കർത്താവേ. അവരെൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്നതിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എത്ര നല്ല മാതൃക! മറ്റുള്ളവരെ ഓർത്ത് നമ്മൾ നന്ദിയോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ അവരോട് നമുക്ക് എന്തെങ്കിലും ഒരു മുഷിവോ നീരസമോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോകും. നമുക്കവരെ സ്നേഹിക്കുവാൻ, നിബന്ധനകൾ കൂടാതെ സ്നേഹിക്കുവാൻ കഴിയും. വീണ്ടും കാണുവാൻ കഴിയുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ പോകുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും. പൗലോസ് പറയുന്നു, ഫിലിപ്പിയയിലെ വിശ്വാസികളോട് പറയുകയാണ്, ഞാൻ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും. സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോട് പ്രാർത്ഥിച്ചും. 6-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓർക്കുമ്പോഴൊക്കെയും. ചിലരെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പാസ്റ്ററെക്കുറിച്ചുള്ളൊരു ചിന്ത വരുന്നപ്പോൾ സ്തോത്രം, സ്തോത്രം, സ്തോത്രം എന്ന് പറയാൻ കഴിയണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കുന്ന ചിലരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊരു മുഷിവും നീരസവും ഒക്കെ വരാറില്ലേ? അത് മാറിപ്പോണം, അത് മാറിപ്പോണം. അത് മാറിപ്പോയിട്ട് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹപ്രവർത്തകരായി എനിക്ക് നൽകിയതിനായി സ്തോത്രം, സ്തോത്രം എന്ന് പറയുവാൻ കഴിയുന്ന നിലയിൽ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടണം. 1 തെസ്സലോനിക്കർ അതിൻ്റെ 1-ാമത്തെ അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തെസ്സലോനിക്കയിലെ വിശ്വാസികളെ ഓർത്ത് പൗലോസ് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും അതെല്ലാം ഓർത്തുകൊണ്ട് ആ വിശ്വാസികളെ ഓർത്ത് പൗലോസ് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഗ്ലോറി ടു ജീസസ്. വീണ്ടും ഫിലിപ്പിയ ലേഖനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ 1-ാമത്തെ അധ്യായത്തിലെ ഒരു ഭാഗം കൂടെ ശ്രദ്ധിക്കുക. 4-ാമത്തെ വാക്യത്തിൽ, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി ഞാൻ വിശ്വസിച്ചുമിരിക്കുന്നു. വാ, ഇങ്ങനെയുള്ള നല്ല പ്രാർത്ഥനകൾ പൗലോസ് തൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി, തന്നോട് ഒരുമിച്ചായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള നല്ല പ്രാർത്ഥനകളാണ് ദൈവസന്നിധിയിൽ അർപ്പിച്ചു കൊണ്ടിരുന്നത്. അവരെ ഓർത്ത് സ്തോത്രം ചെയ്തു, ദൈവത്തോട് നന്ദി പറഞ്ഞു. താങ്ക് യു ജീസസ്. ഗിവിങ് താങ്ക്സ് എന്നാണ് ഇംഗ്ലീഷിൽ കാണുവാൻ കഴിയുന്നത്. അവരെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച പൗലോസിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് മാതൃകയാക്കാം. രണ്ടാമതായിട്ട്, പൗലോസ് തൻ്റെ കൂടെയുള്ളവർക്ക് ജ്ഞാനം ലഭിക്കേണ്ടതിനു വേണ്ടി, വചനത്തിൻ്റെ വെളിപ്പാട് ലഭിക്കേണ്ടതിനു വേണ്ടി പ്രാർത്ഥിച്ചു. എഫേസ്യ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ പ്രാർത്ഥന മനോഹരമാകുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമുക്ക് വേണമെങ്കിൽ വ്യക്തിപരമാകുന്ന പ്രാർത്ഥനയാക്കി മാറ്റാൻ കഴിയും. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവർക്ക് ജ്ഞാനം ലഭിക്കുവാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നൽകേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്, ഇതൊരു പ്രാർത്ഥനയാണ്. അവിടെ ആ പ്രാർത്ഥനയിൽ ഇവർക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്പിരിറ്റ് ഓഫ് വിസ്ഡം, സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് സ്പിരിറ്റ് ഓഫ് റെവലേഷൻ, സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് സ്പിരിറ്റ് ഓഫ് റെവലേഷൻ, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഹാത്ഭുതകരമാകുന്നൊരു പ്രാർത്ഥനയാണ്. ആമേൻ. ഈ ശബ്ദം കേൾക്കുന്ന ആമേൻ, നിങ്ങൾക്കെല്ലാവർക്കും വേണമെങ്കിൽ അത് പ്രാർത്ഥിക്കുവാൻ കഴിയും. നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ സ്പിരിറ്റ് ഓഫ് റെവലേഷനാൽ നിറയ്ക്കണമേ, സ്പിരിറ്റ് ഓഫ് വിസ്ഡത്താൽ നിറയ്ക്കണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെയും കർത്താവേ സ്പിരിറ്റ് ഓഫ് വിസ്ഡത്താൽ നിറയ്ക്കണമേ, സ്പിരിറ്റ് ഓഫ് റെവലേഷനാൽ നിറയ്ക്കണമേ എന്ന്
പ്രാർത്ഥിക്കുവാൻ കഴിയും. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിലും ഈ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. പൗലോസും പ്രിയപ്പെട്ടവരും ഇടവിടാതെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ പൂർണ്ണപ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണം എന്നും. കേട്ടോ, അവർക്ക് ജ്ഞാനം ലഭിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വിവേകം, ദൈവത്തിൽ നിന്നുള്ള വിവേകം, ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം അവർക്ക് ലഭിക്കുവാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നത് മനോഹരമല്ലേ? അതിമനോഹരമായിരിക്കുന്നു. വളരെ വളരെ മനോഹരമായിരിക്കുന്നു. ഈ എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിലെ പ്രാർത്ഥന, ആ പ്രാർത്ഥന വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമാക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ ബൈബിളുണ്ടെങ്കിൽ ആ ബൈബിളിൽ നിന്ന് എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾ പോകുക. ആ ഭാഗം ഒന്ന് എടുത്ത് അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ, ഓക്കെ, 17 മുതൽ അങ്ങ് വായിക്കാം, 16 മുതൽ വായിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ എനിക്ക്, നിങ്ങൾക്കെന്ന് ഉള്ളതിന് പകരം എനിക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും എൻ്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും ഞാൻ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഈ വാക്യം എടുത്ത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് എന്നുള്ള ഭാഗത്ത് എനിക്ക് എന്ന് ചേർത്താൽ മതി. ഞാൻ, നിങ്ങൾ എന്നുള്ളത് ഞാൻ, അങ്ങനെ ചേർത്ത് നിങ്ങൾക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ കഴിയും. അത് വചനം കൺഫസ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ്. വളരെ ശക്തിയുള്ള, വളരെ 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 ഫലം അല്ലെങ്കിൽ നല്ല റിസൾട്ടുകൾ നൽകിത്തരുന്ന പ്രാർത്ഥനകളാണ് ഈ പ്രാർത്ഥനകൾ. ഈ എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ കാണുന്നു, 3-ാമത്തെ അധ്യായത്തിൽ കാണുന്നു, കൊലോസ്യ ലേഖനത്തിൽ കാണുന്നു. ഈ പ്രാർത്ഥനകളൊക്കെ നോക്കി വായിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയും. കർത്താവിൽ വളരെ ശക്തനും പ്രസിദ്ധനുമാകുന്ന ദൈവദാസൻ പാസ്റ്റർ കെന്നത്ത് ഹെഗിൻ അവറുകൾ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. താൻ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം എടുത്തതിന് ശേഷം ആ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. പരിണിതഫലം എന്തായിരുന്നു? അസാധാരണമാകുന്ന വിസ്ഡം കൊണ്ട് കർത്താവ് ഈ അഭിഷക്തനെ നിറയ്ക്കുകയുണ്ടായി. വർഷങ്ങളായിട്ട് ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു. ഇടയ്ക്കതങ്ങ് നിന്നുപോയിരുന്നു. എന്നാൽ ആരംഭ വർഷങ്ങളിലെല്ലാം ഞാൻ വളരെ നാളുകൾ ഈ പ്രാർത്ഥന ഇതേപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ വചനത്തിൽ നിന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ഭാഗം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിലെ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ 7 ക്വാളിറ്റീസ്, 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 9 കൃപാവരങ്ങൾ, ഇതൊക്കെ വചനം അതേപോലെ അങ്ങ് ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. എഫേസ്യ ലേഖനം നോക്കി അങ്ങ് പ്രാർത്ഥിക്കും. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ എനിക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ എന്നതൊന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം എന്നതൊന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതൊന്നും ഞാൻ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പ്രായോഗികമാക്കുക. 3-ാമതായിട്ട് പൗലോസ് ദൈവമക്കൾക്ക് ആഴമേറിയ പ്രത്യാശ ലഭിക്കുവാൻ വേണ്ടി, അവർ പ്രത്യാശയാൽ നയിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണുവാൻ കഴിയുന്നു. റോമാലേഖനം അതിൻ്റെ 15-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. പ്രത്യാശ ലഭിക്കുവാൻ വേണ്ടി ഇന്ന് ആശയില്ലാത്തൊരു ലോകത്തിലല്ലേ മനുഷ്യനായിരിക്കുന്നത്. ഭീതിയും ഭയവും നിറഞ്ഞൊരു ലോകത്തിൽ മനുഷ്യനായിരിക്കുന്നു. ഭാവിയിലേക്ക് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും, എന്തായിത്തീരും എന്നുള്ളൊരു ഭയത്തിലാണ് മിക്കവരും ജീവിക്കുന്നത്. എന്നാൽ അതിന് പകരമായിട്ട് നമുക്ക്
നല്ല പ്രത്യാശ, നാളുകളെക്കുറിച്ച് നമുക്ക് നല്ല പ്രത്യാശ, നിത്യതയെക്കുറിച്ചുള്ള ആഴമേറിയ പ്രത്യാശ. ആ പ്രത്യാശ ഒന്ന് നമ്മൾ സ്വീകരിക്കണം. അതോടൊന്നിച്ച് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയുടെ പ്രത്യാശയാൽ, ഹോപ്പിനാൽ അവരെ നിറയ്ക്കണമേ, ആഴമേറിയ പ്രത്യാശയാൽ അവരെ നിറയ്ക്കണമേ. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ച ആ ഭാഗത്ത് അവിടെയും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും. നോക്ക്, അവൻ്റെ വിളിയാലുള്ള ആശ, അതൊരു പ്രത്യാശയല്ലേ? അവൻ്റെ വിളിയാലുള്ള ആശ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ആ വിളിയിൽ അടങ്ങിയിരിക്കുന്നൊരു കാര്യമാണ് ഹോപ്പ് എന്ന് പറയുന്നത്. ഹോപ്പ്ലെസ് ആയിട്ടുള്ളവരല്ല നമ്മൾ. നമുക്ക് നല്ല ആശയുള്ളവരാണ്, പ്രത്യാശയുള്ളവരാണ്. ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, അതിനുശേഷം വരാൻ പോകുന്ന അനന്ത ഭാവികാല നിത്യതയെക്കുറിച്ച് വ്യക്തമായുള്ള വെളിപ്പാടും അതിൽ ഉള്ള പ്രത്യാശയും നമുക്കുള്ളതിനാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് ആമേൻ ദൈവമക്കൾക്കെല്ലാം പ്രത്യാശ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചു. 4-മതായിട്ട് പൗലോസ് അവരെല്ലാവരും ഒരുമയോടും സമാധാനത്തോടും കൂടെ വസിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ ഇടയിൽ ഐക്യത ഉണ്ടാകുവാൻ വേണ്ടി, അവർക്ക് നല്ല സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. റോമാലേഖനം 15-ാമത്തെ അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ ഏകമനസ്സോട് ഒരു വായിനാൽ മഹുദ്ധീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. നോക്കുക, ആ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, ഇവരുടെ ഇടയിൽ നല്ല ഐക്യത ഉണ്ടാകണം. മാത്രമല്ല, അവർക്ക് പിതാവാകുന്ന ദൈവത്തെ ഏകമനസ്സോട് ആരാധിക്കുവാൻ അവരുടെ ഇടയിൽ ഐക്യതയുണ്ടാകണം. കുടുംബത്തിൻ്റെ ഉള്ളിൽ ഐക്യതയുണ്ടാകട്ടെ. കുടുംബത്തിൻ്റെ ഉള്ളിൽ നല്ല സമാധാനമുണ്ടാകട്ടെ, നല്ല സ്വസ്ഥതയുണ്ടാകട്ടെ. സഭയിൽ നല്ല ഐക്യതയുണ്ടാകട്ടെ. വിശ്വാസികളുടെ ഇടയിൽ നല്ല സമാധാനമുണ്ടാകട്ടെ. 2 തെസ്സലോനിക്കർ അതിൻ്റെ 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. 2 തെസ്സലോനിക്കർ 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ സമാധാനത്തിൻ്റെ കർത്താവായവൻ താൻ നിങ്ങൾക്കെല്ലായ്പ്പോഴും സകലവിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. ഐക്യതയും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു പ്രാർത്ഥനയാണ്. മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ചില സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവേ, അവരെ ഐക്യത കൊണ്ട് നിറയ്ക്കണം. അവർ തമ്മിൽ ഐക്യതയുള്ളവരായിരിക്കട്ടെ. അവരുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിലും കുടുംബത്തിലും സഭയിലുമെല്ലാം സമാധാനമുണ്ടാകട്ടെ. പൗലോസ് ദൈവമക്കൾ ആത്മീയ ശക്തിയാൽ ബലപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. ഹല്ലേലൂയ, ആമേൻ. പലപ്പോഴും നമ്മുടെ മനസ്സ് നമ്മെ വല്ലാതെ പീഡിപ്പിക്കും, ഭയപ്പെടുത്തും. മനസ്സാണല്ലോ ഒരു വാർഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൻ്റെ പിന്തുണ നമുക്ക് ലഭിക്കാതെ വരുന്നു. ആ മേഖലകളിലൊക്കെ ഒരു മാറ്റമുണ്ടായതിനു ശേഷം നമ്മുടെ അകത്തെ മനുഷ്യൻ നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റും നമ്മുടെ മൈൻഡും എല്ലാം ശക്തിപ്പെട്ടിട്ട് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിനും അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. എത്ര നല്ലൊരു പ്രാർത്ഥനയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയും, കർത്താവേ, അവരുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഈ തലമുറയിൽ അവർ അങ്ങയുടെ ശക്തരായ സാക്ഷികളാകുവാൻ വേണ്ടി അവരുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടട്ടെ. ആമേൻ. ഈ
പ്രാർത്ഥന തന്നെ എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിലുമുണ്ട്. 1-ാമത്തെ അധ്യായത്തിലെ പ്രാർത്ഥന വളരെ മനോഹരമാകുന്ന പ്രാർത്ഥനയാണ്. അതിൻ്റെ 18-19 വാക്യങ്ങളിൽ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുക മാത്രമല്ല, ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തെക്കുറിച്ചുള്ള വെളിപ്പാട് എല്ലാ ദൈവമക്കൾക്കും ലഭിക്കണം. അങ്ങനെയെങ്കിൽ ഭയരഹിതമായി ജീവിക്കുവാൻ കഴിയും. ഭയരഹിതമായി വ്യാകുലതയില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. വാ, ബ്യൂട്ടിഫുൾ. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം എന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. വാ, ഹല്ലേലൂയ. അതോടൊന്നിച്ച് തന്നെ എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ അവിടെയും ക്രിസ്തുവിൽ വസിക്കുവാൻ വേണ്ടി നിങ്ങൾ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ദൈവവേദലാകുന്നുവെങ്കിൽ നിങ്ങളുടെ വാസസ്ഥലം യേശു ക്രിസ്തുവിലാകുന്നു. അതുകൊണ്ട് പൗലോസ് ഈ വിശ്വാസികളെല്ലാം ക്രിസ്തുവിൽ തന്നെ വസിക്കുവാൻ അത് പഠിക്കണം, അവർ പഠിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. നോക്കുക, ക്രിസ്തു നമ്മിൽ വസിക്കണം, നാം ഓരോരുത്തരും ക്രിസ്തുവിൽ വസിക്കണം. ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. മാത്രവുമല്ല, ഫിലിപ്പിയ ലേഖനത്തിലെ മറ്റൊരു പ്രാർത്ഥന, നീതിഫലം പുറപ്പെടുവിക്കുന്നവരായി ദൈവമക്കൾ തീരണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയുണ്ടായി. 1-ാമത്തെ അധ്യായം 9, 10, 11 വാക്യങ്ങൾ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്, അതും മനോഹരമാകുന്നു, സ്നേഹം വർദ്ധിക്കണം. അതിനുശേഷം നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം എന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. വാ, എത്ര മനോഹരമാകുന്ന പ്രാർത്ഥനകൾ, എത്ര അത്ഭുതകരമാകുന്ന പ്രാർത്ഥനകൾ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കണം. മാത്രമല്ല, നിങ്ങൾ നീതിഫലം നിറഞ്ഞവരായി തീരണം. നിങ്ങൾ നീതിമാന്മാരാകുന്നുവെങ്കിൽ നിങ്ങളിൽ നിന്ന് നീതിയുടെ ഫലങ്ങൾ, നീതിയുടെ ഫ്രൂട്ടുകൾ നിങ്ങളിൽ നിന്ന് പുറപ്പെടണം. നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകൾ പ്രായോഗികമാക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ജ്ഞാനം ലഭിക്കുവാൻ, സ്പിരിറ്റ് ഓഫ് വിസ്ഡം ലഭിക്കുവാൻ, സ്പിരിറ്റ് ഓഫ് റെവലേഷൻ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രത്യാശയാൽ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മാത്രമല്ല, ഒരുമയുണ്ടാകുവാൻ വേണ്ടി, സമാധാനത്തിൽ ജീവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാവിൽ ശക്തരായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. അങ്ങനെ ആത്മാവിൽ ശക്തരായി തീരുവാനും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള വെളിപ്പാട് സ്വീകരിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുക. ക്രിസ്തു അവരുടെ ഉള്ളിൽ വസിക്കുവാനും അവർ ക്രിസ്തുവിൽ വസിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുക. നീതിഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി സ്നേഹത്താൽ നിറഞ്ഞ്, സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ച് അങ്ങനെ നീതിഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുമാനം പ്രാർത്ഥിക്കുക. എത്ര മനോഹരമാകുന്ന നല്ല പ്രാർത്ഥനകളാണ് പൗലോസിൻ്റെ പ്രാർത്ഥനകൾ. ഈ പ്രാർത്ഥനകളിൽ നിന്ന് നല്ലത് സ്വീകരിച്ച്, ഈ പ്രാർത്ഥനകളെല്ലാം പുറപ്പെടുവിക്കുന്ന ആ നല്ല കാര്യങ്ങൾ സ്വീകരിച്ച് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുക. നിങ്ങളുടെ വ്യക്തിപരമാകുന്ന പ്രാർത്ഥനാ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുക, നടപ്പിലാക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. ക്രിസ്തുവിൽ പക്വതയുള്ളവരായി വളർന്നു വരുവാൻ കഴിയും. ഈ തലമുറയിൽ ദൈവരാജ്യത്തിൽ വൻകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കും. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അത്യത്ഭുതകരമാകുന്ന ദൈവിക സ്പർശനത്താൽ ഈ പ്രിയപ്പെട്ടവരെ നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഒരു പുതിയ പ്രാർത്ഥനയുടെ
മാൻറ്റിൽ അവരുടെ മേൽ വന്നു വീഴട്ടെ, ഒരു പുത്തൻ മാൻറ്റിൽ വന്നു വീഴട്ടെ. പൗലോസിൻ്റെ മനോഹരമാകുന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളിൽ നിന്ന് നല്ല ആശയങ്ങൾ സ്വീകരിച്ചത് പ്രായോഗികമാക്കുവാൻ തക്കവണ്ണം ഒരു പുത്തൻ മാൻറ്റിൽ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വന്നു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനാ ജീവിതം സജീവമാകട്ടെ, പ്രാർത്ഥനാ ജീവിതം സജീവമാകട്ടെ, പ്രാർത്ഥനാ ജീവിതം സജീവമാകട്ടെ. ഒരു വലിയ ഉണർവിലേക്ക് അങ്ങ് നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവാകുന്ന യേശുവേ, ആരെങ്കിലും രോഗികളായിട്ടുള്ളവർ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ആശ്വാസദായകനാകുന്ന കർത്താവാകുന്ന യേശുവേ, അങ്ങ് ഈ പ്രിയപ്പെട്ടവരെ തൊട്ട് സ്പർശിച്ച് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, രോഗബാധകൾ നീങ്ങിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ഗാൾ ബ്ലാഡർ സ്റ്റോൺസ് യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ, കിഡ്നി സ്റ്റോൺസ് യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ, നട്ടെല്ലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, ചെവിയുമായി ബന്ധപ്പെട്ട ടിനിറ്റസ്, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഉറക്കമില്ലായ്മ ഇപ്പോൾ മാറിപ്പോകട്ടെ, യേശുവിൻ നാമത്തിൽ നല്ല ഉറക്കം ലഭിക്കട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. കേൾവി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആരോ ഈ ശബ്ദം കേൾക്കുന്നു, കേൾവിയുമായി ബന്ധപ്പെട്ട കേടുകൾ ഇപ്പോൾ പരിഹരിക്കപ്പെട്ട്, ആമേൻ കർത്താവേ, അവരുടെ കേൾവി ശക്തി പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. രോഗികളെ അങ്ങ് സൗഖ്യമാക്കിയിരിക്കുന്നു യേശുവിൻ നാമത്തിൽ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ, യേശുവെ ജോലിയില്ലാത്തവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴികളെ തുറക്കണമേ, അത്ഭുത വഴികളെ തുറക്കണമേ. അങ്ങ് അതിശയങ്ങൾ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അങ്ങയുടെ ജനത്തെ യേശുവിൻ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഈ എപ്പിസോഡ് നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നു പോകരുത്. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.